പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇപ്പോൾ ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ സഖാക്കളും കമ്മികളൊക്കെ ഇപ്പോൾ AP ഉസ്താദിനെ സഭ്യഭാഷയിലും അസഭ്യഭാഷയിലൊക്കെ ഇങ്ങനെ പഴി പറയുന്നത് കാണുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്, നിങ്ങൾക്കിവിടെ കാണാം. തെരുവ് നായ്ക്കൾക്ക് പോലും എന്നാണ് എഴുതിയിട്ടുള്ളത്, സാരല്ല, നായ്ക്കൾ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. തെരുവ് നായ്ക്കൾക്ക് പോലും ഒരു നേരത്തെ ഭക്ഷണം നൽകിയാൽ അതിൻ്റെ നന്ദി അവർ കാണിക്കും. ഉഹദിൽ വിജയം ഉറപ്പിച്ച യുദ്ധം തോറ്റത് പിന്നിൽ നിന്നുള്ള അക്രമത്തിലായിരുന്നു. കേരളത്തിലെ ഇലക്ഷൻ തോറ്റതും അതുതന്നെ. വിശ്വാസവഞ്ചന മുനാഫിഖീങ്ങളുടെ അടയാളമാണെന്ന് ഖുർആൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സിജു സാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് ഈ കാണുന്നത്. അപ്പം AP ഉസ്താദിനെ അല്ലെങ്കിൽ അവരുടെ അനുയായികളെയൊക്കെ മുനാഫിക്കാക്കാനും അല്ലെങ്കിൽ ഒരു നായ്ക്കളോടൊക്കെ ഉപയോഗിക്കാനൊക്കെ എന്താണ് കാരണമെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയത് വളരെ രസകരമായൊരു ഉത്തരമാണ്. അത് റിപ്പോർട്ടർ TVയും അതുപോലെ തന്നെ മീഡിയ 1 എന്ന് പറയുന്ന 2 ചാനലുകൾ, ഇവർ AP ഉസ്താദിൻ്റെ സംഘടന അതല്ലെങ്കിൽ AP ഉസ്താദിനെ പറ്റിയിട്ട് ഉണ്ടാക്കിയ ഒരു കള്ളപ്രചരണമാണ് ഇതിൻ്റെ കാരണം. ആ കള്ള വാർത്തയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. KC വേണുഗോപാൽ ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്ന നേതാവാണ് എന്നും മുഖ്യമന്ത്രിയാകുന്നതിൽ തെറ്റില്ല എന്നും കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയും പ്രതികരിച്ചു. AP ഉസ്താദിൻ്റെ മകൻ ഹക്കീം അസ്ഹരി ഉസ്താദ് അദ്ദേഹം KC വേണുഗോപാലിനെ പിന്തുണക്കുകയും അതുപോലെ തന്നെ അവർക്ക് KC വേണുഗോപാലിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡിന് കത്തയച്ചു അല്ലെങ്കിൽ മെയിൽ അയച്ചു എന്നും ഒക്കെ ഉസ്താദ് പറഞ്ഞു എന്നാണ് ഈ ചേച്ചി ഇവിടെ പറയുന്നത്. എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വാർത്തയിൽ തന്നെ. ഒരു വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയുന്ന ഒരു രീതിയില്ല. അതേസമയത്ത് അദ്ദേഹം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പും AK ആൻ്റണിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. നേരത്തെ മത്സരിക്കാത്ത ആൾ പിന്നീട് മുഖ്യമന്ത്രിയായി, അങ്ങനെ അവർ നാട് ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കഴിവുള്ള ഒരാളാണ്. കേന്ദ്ര തലത്തിൽ രാജ്യം ഒട്ടുക്കും സംഘടനയുടെ സെക്രട്ടറിയായി നിന്നൊരാൾക്ക് സ്റ്റേറ്റ് നയിക്കാൻ എന്തായാലും കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ പാർട്ടിക്ക് അവരെ കേന്ദ്രത്തിൽ ആവശ്യമുണ്ടോ ഇവിടെയാണോ നല്ലത്, അതൊന്നും നമ്മളെ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല. അത്രയുള്ള സംഭവം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. KC വേണുഗോപാലൻ മുഖ്യമന്ത്രിയായി വരുന്നതുകൊണ്ട് എന്താണ് അഭിപ്രായമെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടിയാണ് അദ്ദേഹം വരുന്നത് എന്താ തെറ്റ്, അദ്ദേഹം വരുന്നത് കൊണ്ട് എന്താണ് ഇവിടെ തെറ്റുള്ളത്. അദ്ദേഹം ഒരു ദേശീയ തലത്തിലുള്ള നേതാവാണ്, അദ്ദേഹത്തിന് നാട് ഭരിക്കാൻ കഴിയുമെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്. ഇത് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ മറുപടിയാണ്. അല്ലെങ്കിലും എൻ്റെ ഒരു ചോദ്യം, എന്തിനാണ് KC വേണുഗോപാൽ വരുന്ന കാര്യമൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ മർക്കസിൽ പോയത്? ഉസ്താദിനോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ ഉള്ളത്? എന്നിട്ട് ഇവർ ഈ പറഞ്ഞതിനെ ഇനി വളച്ചൊടിക്കുന്നുണ്ട്. ആര്? നമ്മുടെ ബഹുമാന്യനായ റിപ്പോർട്ടർ രഞ്ജിത്ത്. അത് നമുക്കൊന്ന് കേൾക്കാം. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, സമസ്തയ്ക്ക് ഇതിലെന്താ? സമസ്തയുടെ അഭിപ്രായം ഹൈക്കമാൻഡ് ചോദിച്ചോ? അതെ, അത് ഈ ചേച്ചി ചോദിച്ചു വളരെ കൃത്യമാണ്. സമസ്തയ്ക്ക് ഇതിലെന്താ കാര്യം? അല്ലെങ്കിൽ സമസ്തയോട് എന്തിനാണ് നിങ്ങൾ അഭിപ്രായം ചോദിക്കേണ്ട യാതൊരു കാര്യം എന്താ? സമസ്ത കോൺഗ്രസിൻ്റെ ഒരു മുന്നണിയോ അതല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കക്ഷിയോ ഒന്നുമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമല്ല AP ഉസ്താദിൻ്റെ വിഭാഗം. പിന്നെ എന്തിനാണ് നിങ്ങൾ ഉസ്താദിൻ്റെ അരികിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കുന്നില്ല. അത് തന്നെയാണ് ഈ ചേച്ചി വയ്ക്കുന്നത്. എന്തിനാപ്പോൾ നിങ്ങൾ അവിടെ പോയത് എന്നുള്ളത്. മധു, വിവിധ സാമുദായിക സംഘടനകളും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ഒരു സമ്മർദ്ദ ശക്തി എന്ന രീതിയിൽ സമസ്തയുടെ അഭിപ്രായം സമസ്ത ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മൂപ്പർക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്, അതല്ലാതെ ഉസ്താദ് പറഞ്ഞതൊന്നുമല്ല. ഉസ്താദ് അങ്ങനെ അവരെ അറിയിച്ചു എന്നുള്ളതൊന്നും ഇവിടെ ആരും ഉസ്താദ് പറഞ്ഞതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല, നമുക്കാർക്കും അറിവുമില്ല. അപ്പം മൂപ്പർ അതിൽ നിന്നും മനസ്സിലാക്കിയതാണ് ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ കത്തയച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാർത്ത കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതിൽ കാണുന്ന പകൽ കിനാവാണ്. ഇപ്പോൾ ഈ കാന്തപുര വിഭാഗം ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കുമ്പോൾ KC മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തയച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ രഞ്ജിത്ത് സാറ് ഇങ്ങനെ കിടന്ന് പകൽ കിനാവ് കാണാം. അതിങ്ങനെ വാർത്തയായിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്യുകയാണ്. പരസ്യമായി തന്നെ അത് പ്രഖ്യാപിക്കാൻ അവർ തയ്യാറല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിലല്ലേ രഞ്ജിത്ത് സാറെ പ്രഖ്യാപിക്കേണ്ടതുള്ളൂ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? പക്ഷെ പരസ്യ പ്രസ്താവനയിൽ അവർ പറയുന്നത് KC വേണുഗോപാൽ വരുന്നതിൽ തെറ്റില്ല എന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം പരസ്യമായി തന്നെ നടത്തുന്നുണ്ട്.
അല്ലെങ്കിൽ ചോദിച്ചാൽ പിന്നെ അത് തന്നെയല്ലേ മറുപടി പറയാം. KC വേണുഗോപാലൻ വരുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെയല്ലേ മറുപടി പറയാം. ഇനി KC വേണുഗോപാലൻ വരുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് പറഞ്ഞാലോ അപ്പോൾ അതും പ്രശ്നമല്ലേ. അപ്പോൾ ആ വ്യക്തിയോട് എന്തോ വ്യക്തിപരമായിട്ടെന്തോ വൈരാഗ്യമുണ്ട് എന്നല്ലേ നിങ്ങൾ ചിത്രീകരിക്കുക. ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾ എന്ന നിലക്ക് അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ലത് പറയുക എന്നല്ലാതെ അപ്പോൾ ഇല്ലാത്ത കഥകൾ എന്തിനാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? എന്നിട്ട് പക്ഷേ 3 നേതാക്കന്മാരും കൊള്ളാവുന്ന നേതാക്കന്മാരാണ് എന്ന അഭിപ്രായം അദ്ദേഹം പരസ്യ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. ആഹാ, 3 ആളും കൊള്ളാം എന്ന് മൂപ്പര് പറയുന്നുണ്ട്. എന്നിട്ടും രഞ്ജിത്ത് സാറേ നിങ്ങൾ എന്തിനാണ് വെറുതെ ഒരാളെ മാത്രം അദ്ദേഹം സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞത്? പിന്നെ നിങ്ങൾ അദ്ദേഹത്തിന് കത്തയച്ചു എന്നൊക്കെ പറഞ്ഞത് എന്തിനാ? അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. നിങ്ങൾ പറയുന്നു ഉസ്താദ് 3 പേരെയും കൊള്ളാമെന്ന് പറയുന്നവരാണെന്ന്. അതിൽ നിങ്ങൾ പ്രത്യേകം ചോദിച്ചു KC വന്നതുകൊണ്ട് എന്താ പ്രശ്നം? KC വന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് ഉസ്താദും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു KCയെ കാന്തപുര വിഭാഗം പിന്തുണക്കുന്നു എന്ന്. എന്താ മാഷ ഇതൊക്കെ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ KC വേണുഗോപാൽ ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്നു. AK ആന്റണിയൊക്കെ നേരത്തെ ഇതേ രീതിയിൽ സമാനമായി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെത്തി മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതുകൊണ്ട് MLA അല്ലാത്ത KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം പറയുന്നു. അതെ, അത് കേവലം അഭിപ്രായമാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് പറയാമല്ലോ, അതുള്ള യാഥാർത്ഥ്യമല്ലേ. അദ്ദേഹത്തെ ഇതുപോലെ കോൺഗ്രസിൽ മുമ്പ് ഉണ്ടായ ഒരു സംഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് ഒപ്പം അദ്ദേഹം 3 പേരെയും പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ കാന്തപുരം സമസ്ത വിഭാഗം രഹസ്യമായി അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻഷ്യൽ ലെവലിൽ ഹൈക്കമാൻഡിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതിൽ KCയുടെ പേരാണെന്നാണ് നമുക്കറിയാൻ സാധിക്കും. 3 പേരെയും പിന്തുണയ്ക്കുന്നുണ്ട് മൂപ്പര് തന്നെ പറഞ്ഞ് രഞ്ജിത്ത്. എന്നിട്ട് മൂപ്പര് തന്നെ പറയുന്നത് KC വേണുഗോപാലിനെ പിന്തുണക്കുന്നു എന്ന്. സത്യത്തിൽ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? രഞ്ജിത്ത്, 3 പേരെയും പിന്തുണയ്ക്കാനാണെങ്കിൽ ഹൈക്കമാൻഡിന് കത്തെഴുതേണ്ടുന്ന ഒരു സാഹചര്യവും സമസ്തയ്ക്ക് മുന്നിലില്ല. അതിൽ കൃത്യമായ താല്പര്യം അറിയിക്കുക എന്ന ലക്ഷ്യമില്ലെങ്കിൽ സമസ്തയ്ക്ക് ഇതിലൊരു സേഡ് ആവശ്യവുമില്ല. കറക്റ്റ്. ഇതാണ് കറക്റ്റ് ചോദ്യം. 3 പേരെയും പിന്തുണക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഹൈക്കമാൻഡിന് ഒരാളെ മാത്രം പറഞ്ഞുകൊണ്ട് കത്തയക്കേണ്ട ആവശ്യം? സമസ്തയ്ക്ക് എന്താണ് അതിൻ്റെ ആവശ്യം? രഞ്ജിത്ത് മറുപടി പറയണം. അത് തീർച്ചയായിട്ടും അവര് കത്തയച്ചിരിക്കുന്നത് അവരുടെ ഒരു കോൺഫിഡൻഷ്യൽ ലെവലിൽ സംഘടന എന്ന രീതിയിൽ കത്തയച്ചിരിക്കുകയാണ്. പക്ഷെ ആ വിവരം പൂർണ്ണമായും അങ്ങനെ കത്തയച്ചു അല്ലെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നതാണ് സമസ്തയുടെ താല്പര്യം എന്ന് പറയാൻ അവർ തയ്യാറല്ല. അതെന്താ തയ്യാറാവാത്തത്? അത് നിങ്ങൾ ചോദിക്കണ്ടേ? ചോദിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ അത് അതെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കേണ്ടതായിരുന്നു. അത് നിങ്ങൾ ചെയ്യാത്തത് ഇല്ലാത്തത് കൊണ്ടല്ലേ രഞ്ജിത്ത് സാറേ? ഇനിയല്ല വട്ടൂരികൾ വല്ലതും നിങ്ങൾക്ക് ഉപദേശം തന്നോ? അതിന്റെ പേരിലാണോ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്? എങ്കിൽ നിങ്ങൾ നാറോട്ടോ. പക്ഷെ പരസ്യ പ്രതികരണത്തിൽ ഒരു മുൻതൂക്കം KC വേണുഗോപാൽ എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു മുൻതൂക്കം വെച്ചിട്ടാണ് മൂപ്പര് ഊഹിച്ചുണ്ടാക്കിയതാണ് അങ്ങനെ കത്തയച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമായിട്ടുണ്ട്. KC വേണുഗോപാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നയിച്ച് പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ദീർഘകാലമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലിരിക്കുന്നു. നേരത്തെ AK ആന്റണിയെ പോലുള്ള ആളുകൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ അനുഭവമുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാൽ നിലവിൽ MLA അല്ലെങ്കിലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി കേരളത്തിൽ എത്തുന്നതിൽ മതി. ഇനി ഇങ്ങനെ കിടന്ന് ഉരുളേണ്ട യാതൊരു കാര്യമില്ല. ഈ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒപ്പിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയില്ല. എന്താണ് തെളിവ്? ഇദ്ദേഹം ബഹുമാനപ്പെട്ട ഹക്കീം അസീരി ഉസ്താദ് 3 പേരെയും പിന്തുണയ്ക്കുന്നുണ്ട്. അതിൽ ഇവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു KC വേണുഗോപാൽ നല്ല വ്യക്തിയാണ്, അദ്ദേഹം ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു നേതാവാണ്, അദ്ദേഹത്തിന് കേരളം നയിക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത ഒരാളാണ് എന്നുള്ളത് ഉസ്താദ് പറഞ്ഞു. അത് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയാണ്. അപ്പം ഇത് വെച്ചുകൊണ്ട് മൂപ്പര് മെനഞ്ഞുണ്ടാക്കിയതാണ് അത് ഹൈക്കമാൻഡിന് കത്തയച്ചു, മെയിലയച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറഞ്ഞുണ്ടാക്കുന്നത്? ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിക്തഫലം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഘികളൊക്കെ അല്ലെങ്കിൽ സഖാക്കളെ ഒക്കെ ഒന്ന് ഇളക്കി പുറപ്പെടുവിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, ഉള്ളത് പറഞ്ഞാൽ മതി. ഉള്ളത് തന്നെ യഥേഷ്ടം ഇവിടെ പറയാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാട്ടുകയോ അതൊക്കെ വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകും. എന്നിരുന്നാലും ചില അന്തം കമ്മികളാകുന്ന ചില ആളുകളുണ്ട്. അവരതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ബഹുമാന്യരായ ഉസ്താദുമാരെയൊക്കെ തെറി പറയാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കളവുകളൊന്നും പ്രചരിപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.